ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സായിട്ട് നമ്മൾ കുറച്ച് വേർഡ്സും അതിന് പറ്റിയുള്ള സെൻറ്റൻസുമാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അതിൻ്റെ വേറെ കുറേ വേർഡ്സും അതിനുള്ള സെൻറ്റൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് നമുക്കപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഏതൊക്കെ സെൻറ്റൻസ് ആണെന്നും എങ്ങനത്തെ വേർഡ്സുകളാണെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ തന്നെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നു. ഓക്കെ, പിന്നെ ആറെന്ന് പറഞ്ഞാൽ ആകുന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ വി നമ്മൾ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ വി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വേർഡുകൾ, മലയാളത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ന് യൂസ് ചെയ്യും, ഞങ്ങളെന്നും യൂസ് ചെയ്യും. അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ യു ആർ എന്ന് പറയുമ്പോഴത്തേക്കും നീയാവും, നിങ്ങളാകുന്നു എന്ന് പറയും. എന്ത് വെച്ചാൽ ഇപ്പോൾ യു എന്ന് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ പ്രായം കൂടിയവരായാലും പ്രായം കുറഞ്ഞവരായാലും നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഒരാളെ നമ്മൾ വിളിക്കുന്ന യു എന്ന് വെച്ചിട്ടാണ്, പറയുമ്പോൾ യു എന്ന് പറഞ്ഞാണ് പറയുക. അപ്പം മലയാളത്തിൽ വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ നീ, ഇപ്പോൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ നമ്മൾ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ നീ വെച്ചിട്ട് വരും. പിന്നെ പ്രായം കൂടിയും നിങ്ങളല്ലേ പറഞ്ഞതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ പ്രായം കുറഞ്ഞവർക്ക് കൂടിയവർക്ക് നമ്മൾ വേറെ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ആർ വി, അത് ക്വസ്റ്റ്യൻ മാർക്ക്, നമ്മളാകുന്നുവോ, നമ്മൾ. വി വേർ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആയിരുന്നു എന്ന് വരും. പിന്നെ വേർ വി, അതും ക്വസ്റ്റ്യൻ മാർക്ക് പോലത്തെ ചോദ്യമാണ്, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ആയിരുന്നുവോ എന്ന് വരും. യു നീ, നിങ്ങൾ. വേർ ആയിരുന്നു, യു വേർ നിങ്ങളായിരുന്നു. ദേ എന്ന് പറഞ്ഞാൽ അവർ, എന്നുവെച്ചാൽ നമ്മൾ ദേ അവർ ദേ ആർ കമ്മിങ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ദേ അവർ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ആൾക്കാരെ നമ്മൾ അവർ എന്ന് പറയാം. പിന്നെ ദേ. ഓക്കെ, വി ആർ നമ്മളാകുന്നു, ദേ ആർ അവനാകുന്നു, ആർ ദേ അവനല്ല അവരാകുന്നു, ആർ ദേ അവർ ആകുന്നുവോ, നമ്മളതിൽ ഇതിപ്പോൾ ആർ ദേ അവരാകുന്നുവോ, അവരാണ് ഇത് ചെയ്യുന്നത്, അവരാകുന്നുവോ. പിന്നെ ദേ വേർ അവർ ആയിരുന്നു, വേർ ദേ അവർ ആകുന്നുവോ. ഓക്കെ, ഇത് ചോദ്യമായിട്ട് വരും. അല്ലാതെ ഇപ്പം നമ്മൾ വേർ ദേ ആർ കമ്മിങ് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, അപ്പോൾ അതിൽ പറയും അവരാകുന്നുവോ ആ രീതിയിലൊക്കെ വരും. ഓക്കെ, അടുത്തത് വി ആർ, നമ്മൾ സെൻറ്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, വി ആർ മേസൺ, ഞങ്ങൾ കൽപ്പണിക്കാരാണ്, ഞങ്ങൾ കൽപ്പണിക്കാരാണ്. ആർ വി മേസൺ, ഞങ്ങൾ കൽപ്പണിക്കാരാണോ. ദേ വേർ വുഡ് കട്ടേഴ്സ്, അവർ മരം വെട്ടുകാരായിരുന്നു. വേർ ദേ വുഡ് കട്ടേഴ്സ്, അവർ മരം വെട്ടുകാരായിരുന്നു. വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ആർ വി സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണോ. ദേ വേർ ഫോട്ടോഗ്രാഫേഴ്സ്, അവർ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു. വേർ ദേ ഫോട്ടോഗ്രാഫേഴ്സ്, അവർ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നുവോ. യു ആർ ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരാണ്. ആർ യു ടീച്ചർ, നിങ്ങൾ അധ്യാപകരാണോ. യു വേർ ടൈപ്പിസ്റ്റ്, നിങ്ങൾ ടൈപ്പിസ്റ്റ് ആയിരുന്നു. വേർ യു ടൈപ്പിസ്റ്റ്, നിങ്ങൾ ടൈപ്പിസ്റ്റുകളായിരുന്നു. ഇത് വന്നിട്ട് നമുക്ക് ചോദ്യം പോലെ വരും, അല്ലാതെയും വരും. ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് അത് പറഞ്ഞു തന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ. മലയാളത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തുവാണെന്ന് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാളത്തിലും പറഞ്ഞത്. ഇതിങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്, അർത്ഥമൊക്കെ വരുന്നത്. ഓക്കെ, അടുത്തത് ഇറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അതാകുന്നു. ഈസ് ഇറ്റ് എന്ന് വെച്ചാൽ അതാകുന്നുവോ. ഇറ്റ് വാസ് അതായിരുന്നു. വാസ് ഇറ്റ് അതായിരുന്നുവോ. ഇതാണ് ഇറ്റും ഈസും മാസും വെച്ചിട്ടുള്ള നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഫ്ലവർ, അതൊരു പുഷ്പമാണ്. ഈസ് ഇറ്റ് എ ഫ്ലവർ, അതൊരു പുഷ്പമാണോ.
എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതൊരു പുഷ്പമാണെന്ന് വരും. ഈസ് ഇറ്റ് എ ഫ്ലവർ നമ്മൾ ചോദ്യം പോലെ ചോദിക്കുന്നത്, അതൊരു പുഷ്പമാണോ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ. ഇറ്റ് വാസ് എ സ്നേക്ക്, അതൊരു പാമ്പായിരുന്നു. വാസ് ഇറ്റ് എ സ്നേക്ക്, അതൊരു പാമ്പായിരുന്നുവോ. ഇറ്റ് ഈസ് എൻ ആപ്പിൾ, അതൊരു ആപ്പിളാണ്. ഈസ് ഇറ്റ് ആൻ ആപ്പിൾ, അതൊരു ആപ്പിളാണോ. ഇറ്റ് വാസ് എ ബാഗ്, അതൊരു ബാഗായിരുന്നു. വാസ് ഇറ്റ് എ ബാഗ്, അതൊരു ബാഗായിരുന്നുവോ. ഇറ്റ് ഈസ് എ ചൈൽഡ്, അതൊരു കുട്ടിയാണ്. ഈസ് ഇറ്റ് എ ചൈൽഡ്, അതൊരു കുട്ടിയാണോ. ഇത് വന്നിട്ട് നമുക്ക് ചോദ്യമല്ലാത്തതും വരും, ചോദ്യമായിട്ടും വരും. അപ്പോൾ നമ്മൾ രണ്ടിനും എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ. സോ നമ്മളിപ്പോൾ നോക്കിയിരുന്നത് അത്രയാണ്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ്, മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. സോ ഞാൻ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്സിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. അതിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.